ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗുരുവായൂരമ്പല നടയിൽ എന്ന മൂവിയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ വന്നിട്ടുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഈ മൂവിയിലൊരു മെയിൻ കഥാപാത്രമായ വിനു എന്ന ചെറുപ്പക്കാരൻ അവന്റെ കല്യാണം ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അവന്റെ ബോസിന്റെ അടുത്ത് നിൽക്കുന്നതാണ്. അവന്റെ നാട്ടുകാരനായ കുഞ്ഞുണ്ണി എന്ന് പറയുന്ന ആളും അവന്റെ ഓഫീസിൽ തന്നെയാണ് ജോലി ചെയ്തിരുന്നത്. ഈ കുഞ്ഞുണ്ണി മുഖേനയാണ് അവൻ ഈ കല്യാണാലോചന വന്നത് തന്നെ. എന്നാൽ വിനുവിനൊരു പ്രണയമുണ്ടായിരുന്നു. അത് ബ്രേക്കപ്പ് ആയ ശേഷം 5 വർഷത്തോളം അവൻ കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. നാട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വിളിക്കുമ്പോൾ അവനോട് പറയുന്നുണ്ട് അവന് വേണ്ടിയിട്ടുള്ള കല്യാണ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ടുണ്ട്, ശ്രീ പാർവതി ഓഡിറ്റോറിയം എന്നാണ് പേരെന്ന്. ആ പേര് കേൾക്കുമ്പോഴേ അവന് ദേഷ്യം വരുന്നുണ്ട്. കാരണം അവന്റെ എക്സ് ലവറിന്റെ പേര് പാർവതി എന്നായിരുന്നു. വിനുവിന്റെ അനിയനും അവന്റെ ഫ്രണ്ടും ചേർന്നിട്ട് വിനുവിന്റെ കല്യാണ കത്തൊക്കെ പ്രിന്റ് ചെയ്യുകയായിരുന്നു. അതിൽ ഉപചാരപൂർവ്വം അനന്തൻ എന്നൊരാളുടെ പേരും വെച്ചിട്ടുണ്ട്. അത് വിനു കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ആങ്ങളയായിരുന്നു. കല്യാണം കഴിക്കാനേ താല്പര്യമില്ലാതിരുന്ന വിനുവിന്റെ മനസ്സൊക്കെ മാറ്റി അവൻ ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചത് തന്നെ അനന്തനായിരുന്നു. ഇനിയാണ് നമ്മളെ അനന്തൻ എന്ന ക്യാരക്ടറിനെ കാണിക്കുന്നത്. വിനു അനന്തനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കല്യാണം കഴിക്കാൻ പോകുന്ന ഓഡിറ്റോറിയത്തിന് അവളുടെ പേരാണെന്ന്. തേച്ചിട്ട് പോയവളെ പറ്റി ആലോചിക്കുന്ന എന്തിനാണെന്നും അവളിപ്പോ വേറൊരാളെ കെട്ടി സുഖമായിട്ട് ജീവിക്കുകയല്ലേ എന്നും അനന്തൻ അവനോട് ചോദിക്കുന്നുണ്ട്. വിനുവിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനന്തൻ പറയുന്നുണ്ട് നിന്നെ തേച്ചിട്ട് പോയ അവളുടെ പേരുള്ള ഓഡിറ്റോറിയത്തിൽ തന്നെ നിന്റെ വിവാഹം നടക്കുന്നതാണ് ഹീറോയിസം എന്ന്. അത് ശരിയാണെന്ന് വിനുവിനും തോന്നുന്നു. വിനുവിന് അനന്തനെ അത്രത്തോളം ഇഷ്ടമായിരുന്നു. ഫോണിലൂടെ മാത്രമാണ് അവർ ഇത്രയും നാളും കണ്ടുകൊണ്ടിരുന്നത്. കല്യാണം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം അനന്തനെ കാണാൻ പോവുകയാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണെന്ന് വിനു പറയുന്നു. അങ്ങനെ ഇരിക്കെ വിനുവിന്റെ അമ്മയും അച്ഛനും ചേർന്നിട്ട് ഒരു ജോത്സ്യനെ പോയി ഈ കല്യാണത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് നോക്കിക്കുന്നുണ്ട്. അതുവഴി അപ്പോൾ ചീറിപ്പാഞ്ഞൊരു ബൈക്ക് പോകുന്നു. അത് കണ്ടുകൊണ്ട് ആ ജോത്സ്യം പറയുന്നുണ്ട് ഈ ബൈക്ക് പോകുന്ന പോലെ സ്മൂത്ത് ആയിട്ട് ഈ കല്യാണവും നടക്കുമെന്ന്. എന്നാൽ കുറച്ചു കഴിയുമ്പോഴാകട്ടെ ആ ബൈക്ക് ഒരിടത്ത് ആക്സിഡന്റ് ആയി കിടക്കുന്നതാണ് കാണിക്കുന്നത്. അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഈ കല്യാണത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരാൻ പോകുന്നുവെന്ന്. അനന്തം കുറച്ചു കഴിയുമ്പോഴാകട്ടെ അവന്റെ സഹോദരി അഞ്ജലിയെ വിളിക്കുന്നുണ്ട്. നീ ആ വിനുവിനെ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കണമെന്നും അവൻ ഭയങ്കര ടെൻഷനിലാണെന്നും അവനോട് കുറച്ചു നേരം സംസാരിക്കണമെന്നും അനന്തൻ അവളോട് പറയുന്നുണ്ട്. അനന്തന്റെ കോള് കട്ടായി കഴിയുമ്പോൾ അനന്തന്റെ അച്ഛനും അമ്മയും ചേർന്നിട്ട് സംസാരിക്കുന്നുണ്ട്. കല്യാണത്തിന് വരുന്നവരെല്ലാം ചോദിക്കും നമ്മളോട് അനന്തന്റെ വൈഫും കുട്ടി എവിടെയെന്ന്. നമുക്കതുകൊണ്ട് അവരുടെ വീട്ടിൽ പോയി ഒന്ന് വിളിച്ചാലോ എന്ന്. പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചത് അനന്തനാണ്. അവൻ കാരണമാണ് അവളും കുട്ടിയും വീട്ടിലേക്ക് തിരിച്ചു പോയത്. അതുകൊണ്ട് അവൻ തന്നെ പോയി വിളിച്ചുകൊണ്ട് വരുന്നതാണ് അതിന്റെ ശരിയെന്നും അനന്തന്റെ അച്ഛൻ പറയുന്നു. അന്ന് രാത്രി അഞ്ജലിയും വിനുവും തമ്മിൽ സംസാരിക്കുന്നതിനിടയ്ക്ക് വിനു ചോദിക്കുന്നുണ്ട് ശരിക്കും അനന്തേട്ടനും ചേട്ടത്തിയും തമ്മിൽ എന്താണ് ഇഷ്യൂ എന്ന്. 24 മണിക്കൂറും വിളിച്ചുകൊണ്ടിരിക്കുന്ന അളിയനും അല്ലേ, അതുകൊണ്ട് നേരിട്ടങ്ങ് കാര്യങ്ങൾ ചോദിച്ചാൽ മതിയെന്ന് അവള് പറയുന്നു. കുറച്ചു കഴിയുമ്പോൾ അനന്തം വിളിക്കാൻ നേരത്ത് അവർ രണ്ടുപേരും രണ്ടിടത്ത് നിന്നും മദ്യപിക്കുന്നുണ്ട്. വിനു ആകട്ടെ വീണ്ടും അവന്റെ പഴയ കാമുകിയെ പറ്റി പറഞ്ഞ് വിഷമിക്കാൻ തുടങ്ങി. ആ ട്രോമയിൽ നിന്ന് വിനു ഇതുവരെയും കരകയറാത്ത കാരണം അനന്തൻ അവനോടൊരു കാര്യം പറയുന്നുണ്ട്. നീ നിന്റെ പഴയ കാമുകി പാർവതിയുടെ ഫോട്ടോ കയ്യിലുണ്ടെങ്കിൽ എടുത്തിട്ട് അതങ്ങ് കത്തിച്ചു കളയണമെന്ന്. അങ്ങനെ കത്തിച്ച് ചാരമാക്കി കളയുന്നതോടുകൂടി അവളുടെ ഓർമ്മകളും നിന്നിൽ നിന്ന് പോകും. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് വിനു പറയുന്നുണ്ട് എന്നെക്കുറിച്ച് ഇത്രയൊക്കെ ചിന്തിക്കുന്ന ആനന്ദേട്ടനും സന്തോഷത്തോടെ ഒരു ഫാമിലി ആയിട്ട് ജീവിച്ചു കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന്. അതൊന്നും ഇനി നടക്കില്ല എന്ന് ആനന്ദ് പറയുമ്പോൾ അതൊക്കെ നടക്കുമെന്നും ചേട്ടത്തിയുടെ ഫോട്ടോ കയ്യിലുണ്ടെങ്കിൽ അതെടുത്ത് ഫോണിന്റെ വാൾപേപ്പർ ആക്കാനും വിനു പറയുന്നു. ഒടുവിൽ ആനന്ദും അതിന് സമ്മതിക്കുന്നു. തന്റെ പഴയ കാമുകിയുടെ ഫോട്ടോ കത്തിക്കാൻ വേണ്ടിയിട്ട് വിനു ആ ഫോട്ടോ തപ്പിയെടുക്കുന്നു. തന്റെ വൈഫിന്റെ ഫോട്ടോ വാൾപേപ്പർ ആക്കാൻ വേണ്ടിയിട്ട് ആനന്ദും ഒരു ഫോട്ടോ തപ്പിയെടുക്കുന്നു. എന്നാൽ ഇവർ രണ്ടുപേരും എടുക്കുന്നത് ഒരേ പെൺകുട്ടിയുടെ തന്നെ ഫോട്ടോ ആയിരുന്നു. ആനന്ദിന്റെ വൈഫും വിനുവിന്റെ എക്സ് ലവറും പാർവതി തന്നെയായിരുന്നു. ഈ വിവാഹാലോചന നടക്കുന്നതിന് മുൻപ് തന്നെ പാർവതി ആനന്ദിനോട് വഴക്കിട്ട് വീട്ടിൽ പോയി നിൽക്കുന്ന കാരണം വിനുവിന്റെ കുടുംബക്കാരോ വിനുവോ പാർവതിയെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ചേട്ടത്തിയോട് സോറി പറഞ്ഞ് ചേട്ടത്തിയെ വീട്ടിലേക്ക് തിരിച്ചു കൂട്ടിക്കൊണ്ടുവരണമെന്ന് വിനു പറഞ്ഞ കാരണം ആനന്ദാകട്ടെ പാർവതിക്ക് സോറി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്നാൽ പാർവതി ആകട്ടെ ആ മെസ്സേജ് ഒക്കെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നാട്ടിലേക്ക് വരുന്നതിന് മുൻപ് ചേട്ടത്തിക്ക് വേണ്ടിയിട്ട് വിനു ഒരു സാരിയും വാങ്ങുന്നുണ്ട്. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിയുമ്പോൾ വിനു ആകട്ടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. ആനന്ദിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവനൊരു ഐഫോണും വാങ്ങിയിട്ടാണ് വരുന്നത്. അങ്ങനെ നാട്ടിലെത്തിയ വിനു ആകട്ടെ നേരെ പോയി അഞ്ജലിയെ കാണുന്നുണ്ട്. അവരുടെ സംസാരത്തിനിടയ്ക്കെല്ലാം തന്നെ അവൻ കൂടുതലും പറയുന്നത് ആനന്ദേട്ടനെ പറ്റി തന്നെയായിരുന്നു. ഇത്രയും സ്നേഹവും ക്ഷമാശീലനുമായ ഒരു മനുഷ്യനെ താൻ ഇതുവരെയും കണ്ടിട്ടില്ല എന്നാണ് വിനു പറയുന്നത്. അങ്ങനെ അടുത്ത ദിവസം തന്നെ നോർത്ത് ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ആനന്ദ് നാട്ടിലേക്ക് എത്തുന്നു. അവന്റെ ഫാമിലി അവനെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പോകുന്ന വഴിക്ക് പാർവതിയും കൂട്ടി വേണം വീട്ടിലേക്ക് പോകാനെന്ന് അവൻ പറയുന്നുണ്ട്. അവർ നേരെ പോകുന്നത് പാർവതിയുടെ വീട്ടിലേക്കാണ്. അവളെ തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവളോട് എന്തൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണമെന്ന് വിനുവാണ് ഫോൺ കോളിലൂടെ ആനന്ദിന് പറഞ്ഞു കൊടുക്കുന്നത്.
പോകുന്നത്. വിനു മറുവശത്തിരുന്ന് പറയുന്ന കാര്യങ്ങൾ അതേപടി ആനന്ദ് പാർവതിയോട് പറയുന്നു. അങ്ങനെ ആനന്ദിന്റെ ക്ഷമ പറച്ചിലെല്ലാം കേട്ടിട്ട് പാർവതി അവന്റെ കൂടെ അവന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ആനന്ദിന്റെ വീട്ടിൽ നിന്നും കുറച്ചു മാറിയിട്ട് ആനന്ദും പാർവതിയും ചേർന്നിട്ട് സെപ്പറേറ്റ് ഒരു വീട് വെച്ചായിരുന്നു താമസം. അങ്ങനെ കുറെ കഴിയുമ്പോഴാകട്ടെ ആനന്ദിനെ കാണാൻ വേണ്ടിയിട്ട് വിനു അവിടേക്ക് വരുന്നു. ദിവസങ്ങളായിട്ട് ഫോണിലൂടെ മാത്രം കണ്ടുകൊണ്ടിരുന്ന ആനന്ദിനെ വിനു ഒന്ന് നേരിട്ട് കാണാൻ പോവുകയായിരുന്നു. അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കുകയും അവരുടെ സന്തോഷം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. വിനു കൊണ്ടുവന്ന ഫോണും ഗിഫ്റ്റ്സും എല്ലാം തന്നെ ആനന്ദിന് കൊടുക്കുന്നു. എന്നാൽ വിനു വന്ന ടൈമിലാകട്ടെ പാർവതി അവിടെ ഇല്ലായിരുന്നു. അവള് കുടുംബ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. വിനു ആകട്ടെ പഴയ കാര്യങ്ങളെല്ലാം മറന്നിട്ട് പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. നിന്നെപ്പോലൊരു നല്ലവനെ വിട്ടിട്ട് അവള് പോയി കെട്ടിയത് ഏതെങ്കിലും ഒരു മണുകൊടാഞ്ചനെയായിരിക്കുമെന്നാണ് ആനന്ദിരുന്ന് പറയുന്നത്. അവൻ അപ്പോഴും അറിയില്ലായിരുന്നു അവൻ പറയുന്നത് അവന്റെ സ്വന്തം വൈഫിനെ കുറിച്ച് തന്നെയാണെന്ന്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാർവതി കറക്റ്റ് അവിടേക്ക് കയറി വരുന്നുണ്ട്. പാർവതിയെ കണ്ടതും ആനന്ദ് വിനുവിനോട് പറയുന്നുണ്ട്, ഇതാണ് നിന്റെ ചേട്ടത്തി പാർവതി. ഓ, ഞാൻ ഇപ്പോഴാണല്ലോ ഓർത്തത് നിന്നെ തേച്ചിട്ട് പോയ ആ പെണ്ണിന്റെ പേരും പാർവതി എന്ന, എന്റെ വൈഫിന്റെ പേരും പാർവതി എന്ന. നിനക്കെന്തായാലും ഇനി പാർവതി എന്ന പേര് കേൾക്കുമ്പോൾ നിന്റെ ചേട്ടത്തിനെ ഓർമ്മ വരൂ. വിനു തിരിഞ്ഞ് പാർവതിയെ നോക്കിയതും അവർ രണ്ടുപേരും ഷോക്കായി നിൽക്കുകയായിരുന്നു. നീ കൊണ്ടുവന്ന സാരി നീ തന്നെ നിന്റെ ചേട്ടത്തിക്ക് കൈയോടെ കൊടുത്തേക്കാൻ ആനന്ദ് പറയുന്നുണ്ട്. അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആ സാരി എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. വിനു പോയി കഴിഞ്ഞതും ആനന്ദ് പറയുന്നുണ്ട് അവൻ ഇപ്പോഴും അവനെ തേച്ചിട്ട് പോയ കാമുകിയുടെ ഷോക്കിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല. പക്ഷെ അവൾ എവിടെ പോയാലും അവൾ അനുഭവിക്കുമെന്ന് ആനന്ദ് പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ കുറിച്ചാണല്ലോ പറയുന്നതെന്ന് ഓർത്തിട്ട് വിഷമിച്ച് നിൽക്കുകയായിരുന്നു പാർവതി. വിനു ആകട്ടെ നേരെ പോയി തന്റെ അനിയനോടും ഫ്രണ്ടിനോടും വഴികിടുന്നുണ്ട്. അന്ന് പെണ്ണ് കാണാൻ പോയതും കാര്യങ്ങളെല്ലാം അന്വേഷിച്ചതുമെല്ലാം അവർ രണ്ടുപേരും ചേർന്നിട്ടായിരുന്നു. എന്നാൽ ആ സമയത്തൊന്നും തന്നെ പാർവതി ആ വീട്ടിലുണ്ടായിരുന്നില്ല എന്ന് അവർ പറയുന്നുണ്ട്. വിനു ആകെ ധർമ്മസങ്കടത്തിലായിരുന്നു. ആരെയാണോ താൻ മറക്കാൻ ശ്രമിച്ചത് അവളുടെ നാത്തൂനെ തന്നെയാണ് താൻ കെട്ടാൻ പോകുന്നത്. ഈ കല്യാണം നടക്കില്ല എന്ന് അനന്തേട്ടനെ താൻ വിളിച്ച് പറയാൻ പോവുകയാണെന്ന് വിനു പറയുന്നുണ്ട്. അതേസമയം ആകട്ടെ അനന്തന്റെ നിർബന്ധപ്രകാരം വിനു കൊണ്ടുവന്ന സാരി ഉടുത്തിട്ട് നിൽക്കുകയായിരുന്നു പാർവതി. ആ സമയത്ത് വിനു വിളിച്ച് അവനോട് പറയുന്നുണ്ട് തനിക്ക് ഈ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന്. എന്നാൽ ആനന്ദ് വിചാരിക്കുന്നത് സ്ഥിരമായിട്ട് കല്യാണത്തോട് അടുക്കുമ്പോൾ വരുന്ന പേടിയായിരിക്കും അവനെന്ന്. അതൊക്കെ ഇപ്പൊ തോന്നുന്നതാണെന്നും അതൊക്കെ ശരിയാവുമെന്നും ആനന്ദ് പറയുന്നുണ്ട്. വിനു ഇങ്ങനെ പറഞ്ഞതറിഞ്ഞ പാർവതിയാകട്ടെ ആനന്ദിനോട് പറയുന്നുണ്ട് അയാൾക്ക് താല്പര്യമില്ലെങ്കിൽ ഈ കല്യാണം നടത്തണ്ട എന്ന്. അത് കേൾക്കുമ്പോൾ ആനന്ദ് ചൂടാവുകയാണ് ചെയ്യുന്നത്. അഞ്ജലിയുടെയും വിനുവിന്റെയും കല്യാണത്തിന് തന്റെ ചേട്ടന്മാരെ വിളിക്കണ്ടേ എന്ന് അഞ്ജലിയുടെ അമ്മ ചോദിക്കുമ്പോൾ അവളുടെ അച്ഛൻ പറയുന്നത് വേണ്ട എന്നാണ്. കാരണം നമ്മളുടെ കുടുംബം നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിന്റെ ചേട്ടന്മാര്, അവരെ വിളിക്കേണ്ട കാര്യമില്ല. അഞ്ജലിയും വിനു വിവാഹിതരാകാൻ പോകുന്നതിന്റെ ഫോട്ടോസ് എല്ലാം തന്നെ ആനന്ദ് പത്രത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതവന്റെ അമ്മാവന്മാര് കാണുന്നതെല്ലാം തന്നെ നമ്മളെ കാണിക്കുന്നു. എന്നാൽ അഞ്ജലിയുടെ കാര്യങ്ങൾ തുറന്നു പറയാന്ന് വിചാരിച്ചിട്ട് വിനു വന്ന് അഞ്ജലിയോട് പറയുന്നുണ്ട് ഈ കല്യാണം നടക്കില്ല എന്ന്. എന്നാൽ അവള് തിരിച്ചു പറയുന്നത് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നും ആനന്ദേട്ടൻ പറഞ്ഞു വിനുവേട്ടന് ടെൻഷനാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അതെല്ലാവർക്കും കല്യാണ സമയത്ത് ഉണ്ടാകുന്ന ടെൻഷനാണ്, അതൊന്നും കാര്യമാക്കണ്ടെന്ന് അവള് പറയുന്നു. അവളോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായി അവനാകട്ടെ സ്വന്തം അച്ഛനോടും അമ്മയോടും പോയി പറയുന്നുണ്ട് ഈ കല്യാണം നടക്കില്ല എന്ന്. എന്നാൽ അവരെ ആനന്ദ് വിളിച്ച് അവന്റെ അവസ്ഥയെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം അവരും വിചാരിച്ചിരുന്നത് അവന് കല്യാണം കഴിക്കാനുള്ള പേടിയാണെന്നാണ്. എവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായ കാരണം വിനുവും അവന്റെ അനിയനും കൂട്ടുകാരനും ചേർന്നിട്ട് നേരെ കുഞ്ഞുണ്ണിയെ പോയി കണ്ടിട്ട് പറയുന്നുണ്ട് വിനു ദുബായിലെ കമ്പനിയിൽ വലിയ തിരിമറികളൊക്കെ നടത്തിയിട്ടാണ് നാട്ടിലേക്ക് മുങ്ങിയതെന്നും അവിടെ വലിയ പ്രശ്നമാണെന്നും അവന്റെ കൂടെ കല്യാണം കഴിപ്പിച്ച് വിട്ടുകഴിഞ്ഞാൽ അഞ്ജലിയുടെ ജീവിതം നശിക്കുമെന്നും അവളുടെ വീട്ടിൽ പോയി പറയാൻ. ആനന്ദാകട്ടെ അവന്റെ അമ്മാവന്മാരെ കല്യാണം വിളിക്കാൻ വേണ്ടി ചെന്നിരിക്കുകയാണ്. പാർവതിയെ വിളിച്ചുകൊണ്ടുവന്ന കാര്യം അവൻ പറയുന്നുണ്ട്. അതെന്തായാലും നന്നായി, ആരോ ഒരാൾ എഴുതിയ ഊമക്കത്തിന്റെ പേരിൽ നീ അവളെ സംശയിച്ചിട്ട് അവളുമായിട്ട് വഴക്കിട്ടത് ശരിയായില്ല എന്നും എന്തായാലും നീ തെറ്റെല്ലാം മറന്നിട്ട് അവളെ വിളിച്ചുകൊണ്ട് വന്നത് നന്നായി എന്നും അവര് പറയുന്നു. ഈ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് അവര് വേറൊരു ഐഡിയയും കൂടി ചെയ്യുന്നുണ്ട്. വിനു ഇമ്പോർട്ടന്റ് ആണെന്നും അവന് കുട്ടികൾ ഉണ്ടാകില്ല എന്നുള്ളൊരു റിപ്പോർട്ടുമായിട്ട് നേരെ പോകുന്നത് പാർവതിയുടെ അച്ഛനെ കാണാനാണ്. പാർവതിയുടെ അച്ഛനൊരു ഡോക്ടറായിരുന്നു. അയാളോടൊരു സജഷൻ ചോദിക്കാൻ വേണ്ടി പോകുന്നതാണ്. എന്നിട്ട് വിനുവിന്റെ കല്യാണമാണെന്നും ശ്രീപാർവതി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അവന്റെ കല്യാണം നടക്കുന്നതെന്നും അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ പേര് അഞ്ജലി എന്നാണെന്നും അവളുടെ ചേട്ടൻ വലിയ ദേഷ്യക്കാരനാണ്, അയാളുടെ പേര് ആനന്ദ് എന്നാണെന്നും ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ ഡോക്ടർ ഇതൊന്നും വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല. അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പാർവതി വഴി ഇത് ആനന്ദ് അറിയുമെന്ന് അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഡോക്ടർ വലിയ കാര്യമായിട്ട് ഇതൊന്നും കേൾക്കാതിരുന്ന കാരണം ആ ഒരു വിശ്വാസം അവർക്ക് നഷ്ടപ്പെടുന്നു. ആ പണി പാളിയ കാരണം അവർ നേരെ പോകുന്നത് അഞ്ജലിയുടെ പുറകെ കുറെ കാലമായിട്ട് പ്രണയിച്ച് നടന്നിരുന്ന ഒരാളുടെ അടുത്തേക്കാണ്. അയാൾ ഇപ്പോൾ ഡോക്ടറായിരുന്നു. ജോർജ് എന്നാണ് അയാളുടെ പേര്. അഞ്ജലി വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും അവളോടുള്ള പ്രണയമില്ലേ എന്നും അത് അവളോട് വീണ്ടും പോയി തുറന്നു പറയണമെന്നും ഈ കല്യാണം നടക്കാൻ സമ്മതിക്കരുത് എന്നൊക്കെ അവർ പറയുന്നു. എന്നാൽ പണ്ടേ അഞ്ജലിക്ക് എന്നെ ഇഷ്ടമായിരുന്നില്ല എന്നും ഞാനെന്തിനാ വീണ്ടും അവളുടെ പിറകെ പോകുന്നതെന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്. അയാളെ കൊണ്ട് വലിയ കാര്യമില്ലാന്ന് മനസ്സിലായപ്പോൾ അവർ തിരിച്ചു പോകുന്നു. നാട്ടുകാരുടെ കല്യാണം മുടക്കാൻ നിനക്ക് നല്ല ഐഡിയ ആയിരുന്നു, സ്വന്തം കല്യാണം മുടക്കാൻ നിനക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ലേ എന്ന് കൂട്ടുകാരൻ ഷംസു വിനുവിനോട് ചോദിക്കുന്നു. ചേട്ടനാരുടെ കല്യാണമാണ് മുടക്കിയതെന്ന് അവന്റെ അനിയൻ ചോദിക്കുമ്പോൾ ഷംസു
പറയുന്നുണ്ട് പണ്ട് തങ്ങളുടെ കൂടെ പഠിച്ച ശരവണൻ എന്നൊരാളുടെ കല്യാണത്തിന് അവൻ നല്ലൊരു പണി കൊടുത്തിരുന്നുവെന്ന്. അവന്റെ ഫസ്റ്റ് നൈറ്റ് വരെ കുളമായ ഒരു പണിയായിരുന്നു അത്. അങ്ങനെ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഷംസൂന് ഒരാളെ പറ്റി ഓർമ്മ വരുന്നു. മായൻകുട്ടി എന്ന് പറയുന്ന അവരുടെ ഫ്രണ്ടിനെ പറ്റി. അവനെ വെച്ച് നമുക്ക് ഈ കല്യാണം മുടക്കാം. അങ്ങനെ ഷംസുവും വിനുവിന്റെ അനിയനും മായൻകുട്ടിയെ കാണാൻ പോകുന്നുണ്ട്. ഇവിടെ പാർവതിയാകട്ടെ എങ്ങനെയെങ്കിലും സത്യങ്ങൾ ആനന്ദിനോട് തുറന്നു പറയാൻ ശ്രമിക്കുന്നെങ്കിലും ഒന്നും നടക്കുന്നില്ല. വിനു നേരെ അഞ്ജലിയെ കണ്ടിട്ട് കാര്യങ്ങൾ പറയാൻ തീരുമാനിക്കുന്നു. എന്നാൽ അവനെ കൊണ്ട് ഒന്നും പറയാൻ പറ്റാതിരിക്കുമ്പോഴാണ് അവൾ ഇങ്ങോട്ട് പറയുന്നത് ഈ കല്യാണം വേണ്ടാന്ന് പറയുന്നതിന് കാരണം ഏട്ടത്തിയമ്മയല്ലേ എന്ന്. ഏട്ടത്തിയമ്മ എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഈ കല്യാണം എങ്ങനെയെങ്കിലും നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷെ അപ്പോഴും നിങ്ങൾ രണ്ടുപേരും എന്നെ പറ്റി ഓർക്കുന്നില്ല. അഞ്ജലിയുടെ വിഷമവും അവളുടെ സംസാരവും എല്ലാം കേട്ട് കഴിയുമ്പോൾ വിനുവിന് മനസ്സിലാകുന്നുണ്ട് അവൾക്ക് തന്നെ എത്രത്തോളം ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും അവളെ തന്നെ വിവാഹം കഴിക്കാൻ അവൻ തീരുമാനിക്കുകയാണ്. വിനു തന്റെ തീരുമാനം മാറ്റിയതൊന്നും തന്നെ ഷംസുവോ അവന്റെ അനിയനോ അറിഞ്ഞിരുന്നില്ല. അതിനു മുൻപേ തന്നെ അവർ മായൻകുട്ടിയെ ആനന്ദിന്റെ വീട്ടിലേക്ക് അയച്ചിരുന്നു എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ. മായൻകുട്ടി വന്നിട്ട് ആനന്ദിനോട് പറയുന്നുണ്ട് വിനുവിന്റെ പഴയ കാമുകി നിങ്ങളുടെ വൈഫ് പാർവതി തന്നെയാണെന്ന്. അതോടുകൂടി ആനന്ദിന്റെ സകല കൺട്രോളും നഷ്ടപ്പെടുന്നു. അവിടേക്ക് വന്ന വിനുവിനെ അവനെടുത്തിട്ട് അടിക്കുന്നതും മായൻകുട്ടിയെ ഷംസുവും അവന്റെ അനിയനും ചേർന്നിട്ട് അടിക്കുന്നതും എല്ലാം തന്നെ കാണിക്കുകയാണ്. കല്യാണം മുടക്കാൻ പറഞ്ഞപ്പോഴേക്കും സത്യങ്ങളെല്ലാം തന്നെ നേരെ പോയി വിളിച്ചു പറഞ്ഞേക്കുന്നു. വിനു കൊണ്ടുകൊടുത്ത സാരി അവന്റെ കയ്യിൽ പിടിപ്പിച്ചിട്ട് ആനന്ദ് അവനെ വീട്ടിൽ നിന്നും പുറത്താക്കുകയാണ്. ഈ കല്യാണം നീ ഇനി മറന്നേക്കാനും ഇതിനെ നടത്താൻ താൻ സമ്മതിക്കില്ല എന്നും ആനന്ദ് പറയുന്നുണ്ട്. അഞ്ജലിക്കും എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ വിവാഹം കഴിക്കുക തന്നെ ചെയ്യുമെന്നും ആരൊക്കെ തടുത്താലും അത് നടക്കുമെന്നും വിനു വെല്ലുവിളിക്കുന്നു. ആനന്ദ് തന്റെ അച്ഛനും അമ്മയോടും പറയുന്നുണ്ട് ഈ കല്യാണം നടക്കില്ല എന്ന്. അതിനുള്ള കാരണം തിരക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് അത് തൽക്കാലം ഇപ്പൊ പറയാൻ പറ്റില്ല, ഈ കല്യാണം ഒരിക്കലും നടത്താൻ താൻ സമ്മതിക്കില്ല എന്ന്. എന്നാൽ നിന്റെ വാക്കും കേട്ടിട്ട് ഈ കല്യാണം മുടക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നും ഈ കല്യാണം എന്തായാലും ഞങ്ങൾ നടത്തുമെന്നും അയാളും പറയുന്നു. ആനന്ദ് പോയി അഞ്ജലിയോട് വിനുവിനെ പറ്റി ഓരോ മോശം കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അവൻ വെള്ളമടിക്കും, അവനൊരു പ്രേമമുണ്ട് എന്നൊക്കെ. എന്നാൽ അതെല്ലാം തനിക്ക് അറിയാമെന്നാണ് അഞ്ജലി പറയുന്നത്. അന്ന് വീട്ടിലേക്ക് തിരിച്ചു വന്ന ആനന്ദിനോട് പാർവതി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കിതിനെപ്പറ്റി കുറെ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറയുന്നു. എന്നാൽ ഒന്നും തന്നെ ആനന്ദ് കേൾക്കുന്നില്ല. അന്ന് വൈകുന്നേരം മലയ്ക്ക് പോയ ശേഷം കുഞ്ഞുണ്ണി അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് വിനുവിനോട് പറയുന്നുണ്ട് അന്ന് സാറ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരുന്നത് മലയ്ക്ക് പോകാൻ മാലയിട്ട് നിന്നതുകൊണ്ടാണ്. ഞാൻ മാല ഊരി വെച്ചിട്ട് നേരെ പോയത് സാറ് പറഞ്ഞ ആ കാര്യം ചെയ്യാനാണ്. ആനന്ദിന്റെ വീട്ടിൽ പോയി ആനന്ദിന്റെ അച്ഛനോട് സാറ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതറിഞ്ഞപ്പോ വിനു ആകട്ടെ അവനെ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. പറഞ്ഞ സമയത്ത് അവനത് ചെയ്തില്ല. ഇപ്പോൾ ഈ കല്യാണം എങ്ങനെയെങ്കിലും നടക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അത് മുടക്കാൻ വേണ്ടി പോയിരിക്കുന്നു. ആനന്ദ് ആകട്ടെ പാർവതിയുടെയും വിനുവിന്റെയും കാര്യം പറയാൻ വേണ്ടിയിട്ട് അവളുടെ അച്ഛന്റെ അടുത്തേക്ക് ചെല്ലുന്നു. വിനുവിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇതാണ് അവളുടെ കാമുകനെന്നും പറയുന്നുണ്ട്. എന്നാൽ ആ ഫോട്ടോ കണ്ടതും പാർവതിയുടെ അച്ഛൻ പറയുന്നുണ്ട് ഇയാളുടെ ഒരു കേസ് എന്റെ അടുത്ത് വന്നിട്ടുണ്ടെന്ന്. ഇയാൾക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്നും അയാൾ അതിന്റെ ട്രീറ്റ്മെന്റിലാണെന്നും പറയുന്നു. ആ കാര്യം കേട്ടതും ആനന്ദിന് ലോട്ടറി അടിച്ച സന്തോഷമായിരുന്നു. ഈ കല്യാണം മുടക്കാൻ അവനൊരു കാരണം കിട്ടിയിരിക്കുന്നു. അയാളുടെ കയ്യിൽ നിന്ന് അവൻ ആ റിപ്പോർട്ടും വാങ്ങിയിട്ട് നേരെ പോകുന്നത് അവന്റെ അച്ഛന്റെ അടുത്തേക്കാണ്. അതേ ടൈമിൽ തന്നെ തലേന്ന് കുഞ്ഞുണ്ണി പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമാണെന്ന് നേരിട്ട് പോയി പറയാൻ വേണ്ടിയിട്ട് വിനു നേരെ ആനന്ദിന്റെ അച്ഛനെ കാണാൻ ചെന്നിരുന്നു. അയാളാകട്ടെ അതിനെപ്പറ്റി ചോദിച്ച് വിനുവിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ആനന്ദ് അവിടേക്ക് ആ റിപ്പോർട്ടുമായിട്ട് വരുന്നത്. അവൻ ആ റിപ്പോർട്ട് കാണിച്ചിട്ട് അച്ഛനോട് പറയുന്നുണ്ട് ഇവൻ ഒരിക്കലും അഞ്ജലി വിവാഹം കഴിച്ചു കൊടുക്കില്ല, ഇവന് കുട്ടികൾ ഉണ്ടാകില്ല, ഇവൻ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യം കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് താൻ ചെയ്ത പണികളെല്ലാം ഇപ്പോൾ തനിക്ക് തന്നെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിനുവിന് മനസ്സിലായി. എന്നാൽ അവൻ ആ റിപ്പോർട്ട് കാണിച്ചിട്ട് പറയുന്നുണ്ട് ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളെല്ലാം കള്ളമാണെന്നും ഇതിൽ കൊടുത്തിരിക്കുന്ന പോലൊരു ലാബില്ല എന്നും അങ്ങനൊരു സ്ഥലമേ ഇല്ല എന്നും. എന്തിനു വേണ്ട അതിൽ കൊടുത്തിരിക്കുന്ന ലാബിലെ ഫോൺ നമ്പർ പോലും 10 അക്കമില്ല. ആ റിപ്പോർട്ട് മുഴുവൻ ഫേക്ക് ആണെന്ന് ആനന്ദിന്റെ അച്ഛന് മനസ്സിലായി. ഈ ഒരു ഫേക്ക് റിപ്പോർട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നത് ആനന്ദാണെന്ന് അയാൾ തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് തന്നെ തലേന്ന് കുഞ്ഞുണ്ണി പറഞ്ഞ കാര്യങ്ങൾ കള്ളമാകാനും സാധ്യതയുണ്ട്. അതെല്ലാം ആനന്ദിന്റെ കളിയായിരിക്കാം. കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് നീ ഇതും ഇതിനപ്പുറവും ചെയ്യുമെന്ന് ആനന്ദിനോട് അയാൾ ചൂടാകുന്നുണ്ട്. എന്നിട്ട് വിനുവിനെ തെറ്റിദ്ധരിച്ചതിന് സോറിയും പറയുന്നു. അടുത്ത ദിവസം ആകട്ടെ അഞ്ജലിയോടുള്ള പ്രണയം വീണ്ടും മനസ്സിൽ വന്നു തുടങ്ങിയ അഞ്ജലിയുടെ പിറകെ നടന്ന ആ പഴയ കാമുകൻ ജോർജ് ആകട്ടെ ഈ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. തത്തയെ കൊണ്ട് കാർഡടിപ്പിച്ച് ഭാവി പറയുന്ന ഒരാളായിട്ട് ജോർജ് ആനന്ദിന്റെ വീട്ടിൽ വരുന്നു. എന്നിട്ട് ഈ കല്യാണം നടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കറക്റ്റ് ആ സമയത്ത് അഞ്ജലി അവിടേക്ക് വരുമ്പോൾ അവൾക്ക് ജോർജിനെ കണ്ട് മനസ്സിലാകുന്നു. അവള് പറയുന്നുണ്ട് കുറെ കാലമായിട്ട് എന്നെ പിറകെ നടന്ന് ശല്യം ചെയ്ത ജോർജ് ഇതായിരുന്നുവെന്ന്. ഇത് കേട്ടതും ആനന്ദും അവന്റെ അച്ഛനും ചേർന്നിട്ട് ജോർജിനെ അവിടെ നിന്ന് ഓടിക്കുന്നു. എവിടെ കല്യാണ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. ആനന്ദിന്റെ അച്ഛനും അമ്മയും അവനോട് പലതവണ ചോദിച്ചു ഈ കല്യാണം വേണ്ടെന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന്. എന്നാൽ അവൻ അപ്പോഴും അത് പറയാൻ കൂട്ടാക്കിയില്ല. ഈ കല്യാണം മുടക്കാൻ ഒരു വഴിയും കാണാത്ത കാരണം അവസാനം അവൻ നേരെ പോകുന്നത് അമ്മാവന്മാരുടെ അടുത്താണ്. എങ്ങനെയെങ്കിലും കല്യാണം മുടക്കി തരണമെന്ന് പറയുന്നു. അവരാകട്ടെ അവന് ഉറപ്പും കൊടുക്കുന്നു. നീ ധൈര്യമായിട്ടിരുന്നോ, ഈ കല്യാണം ഒരിക്കലും നടക്കില്ല എന്നും അവർ പറയുന്നു. അവിടെ നിന്ന് ഇറങ്ങിയ ആനന്ദാകട്ടെ കുഞ്ഞുണ്ണിയുടെ കൂടെ വെള്ളമടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനോട് ചോദിക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും നിന്നോട്ടൊരു കത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന്. ഇല്ല എന്ന് കുഞ്ഞുണ്ണി പറയുന്നു. നിനക്ക് പോലും അറിയാത്ത ആ കത്തിന്റെ കാര്യം അമ്മാവന്മാരെങ്ങനെ അറിഞ്ഞു എന്ന് ആനന്ദ് ആലോചിക്കുന്നുണ്ട്. പാർവതിക്ക് വന്ന ഓമക്കത്തിനെ പറ്റിയായിരുന്നു അവൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് കാണിക്കുന്നത് വിനുവിന്റെ അഞ്ജലിയുടെയും കല്യാണ ദിവസത്തിന്റെ തലേന്ന് നടക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയിലേക്ക് പണ്ട് വിനു പണി കൊടുത്ത ശരവ
ശരവണനും വന്നിട്ടുണ്ടായിരുന്നു. വിനു തനിക്ക് തന്ന പണിക്ക് മറുപണി കൊടുക്കാനാണ് ശരവണൻ വന്നിരിക്കുന്നത്. പിറ്റേന്ന് ഞാൻ നിനക്കൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്ന് വിനുവിനോട് അവൻ പറയുന്നുണ്ട്. അന്ന് രാത്രി മദ്യപിച്ചിട്ട് വീട്ടിലേക്ക് വന്ന ആനന്ദിനോട് പാർവതി സംസാരിക്കുന്നു. നിങ്ങൾക്കറിയാവുന്ന പോലെ വിനു തന്നെയായിരുന്നു എന്റെ കാമുകൻ. പക്ഷേ ഞാൻ അവനെ തേച്ചിട്ടൊന്നുമില്ല. എനിക്ക് ഓരോ തവണ കല്യാണാലോചന വന്നപ്പോഴും ഞാൻ അവനോട് പറഞ്ഞതാ എന്റെ വീട്ടിൽ വന്ന് സംസാരിക്കാൻ. എന്നാൽ അപ്പോഴേക്ക് അവൻ സമയം ആവശ്യപ്പെട്ടു. അവന് ജോലിയില്ല, വീട്ടുകാരിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കില്ല എന്നൊക്കെ ഓരോ കാരണങ്ങൾ പറഞ്ഞു. ഒടുവിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതായപ്പോൾ ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. എന്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് ഞാൻ തേപ്പുകാരിയായി മാറി. എല്ലാവരോടും എന്നെ പറ്റിയുള്ള കുറ്റങ്ങൾ പറയാൻ തുടങ്ങി. അത് കാരണം എനിക്കൊരു ഗെറ്റ് ടുഗദറിന് പോലും പോകാൻ പറ്റിയിട്ടില്ല. എന്റെ കൂട്ടുകാരെ എല്ലാം തന്നെ അവൻ എന്നിൽ നിന്ന് അകറ്റി. ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ച് ജീവിക്കാൻ തുടങ്ങിയ പിന്നെ അവന്റെ ഓർമ്മകൾ പോലും എന്റെ മനസ്സിൽ വന്നിട്ടില്ല. അനന്തേട്ടൻ വന്ന് വിളിച്ചപ്പോൾ ഇറങ്ങി വന്നത് ഞാൻ അവനെ കണ്ടിട്ടല്ല, നിങ്ങളുടെ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ്. താൻ പാർവതി ഒരുപാട് തെറ്റിദ്ധരിച്ചുവെന്ന് അനന്തന് മനസ്സിലായി. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് ഗുരുവായൂർ വെച്ച് നടക്കുന്ന കല്യാണത്തിന് വേണ്ടി പോകാൻ എല്ലാവരും റെഡിയാകുന്നതാണ്. അങ്ങനെ കറക്റ്റ് സമയമായപ്പോഴേക്കും എല്ലാവരും വണ്ടിയിൽ നേരെ അമ്പലത്തിലേക്ക് എത്തുന്നുണ്ട്. വിനു ആകെ ടെൻഷനിലായിരുന്നു. കല്യാണം മുടക്കാൻ വേണ്ടി ഒരുപാട് പേർ ചുറ്റുമുണ്ട്. ഒരു സൈഡില് അവൻ അടി കൊടുത്ത കുഞ്ഞുണ്ണി, മറ്റൊരു സൈഡില് ശരവണൻ. ഇതെല്ലാം പോരാഞ്ഞിട്ട് പാർവതിയും അനന്തനും ഒരുമിച്ച് വരുന്നുണ്ട്. കൂടാതെ അഞ്ജലിയുടെ വൺ സൈഡ് ലവർ ജോർജും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ശരവണനെ ഈ കല്യാണം മുടക്കാൻ തന്നെയാണ് വന്നതെന്നറിഞ്ഞ ആനന്ദാകട്ടെ അവനോട് കൈകോർക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ശരവണൻ തന്റെ പ്ലാൻ എന്താണെന്ന് പറയുന്നില്ല. എന്തൊക്കെ വന്നാലും കല്യാണം നടക്കില്ല എന്ന് മാത്രമാണ് ശരവണൻ പറയുന്നത്. ആ സമയത്ത് നടയുടെ മുൻപിൽ നിന്നും കയ്യിൽ കുറച്ച് മഞ്ചാടിയുമായിട്ട് ഒരാൾ ഇറങ്ങി വരുന്നത് എല്ലാവരും ശ്രദ്ധിക്കുന്നു. കല്യാണത്തിന് മുൻപ് തന്നെ വിനുവിന്റെയും പാർവതിയുടെയും ബന്ധത്തെപ്പറ്റി തന്റെ അച്ഛനോട് പറയാൻ വേണ്ടിയിട്ട് ആനന്ദ് അമ്മാവന്മാരെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവന്റെ അമ്മാവന്മാരാകട്ടെ അവനിട്ട് പണി കൊടുക്കാനാണ് നിൽക്കുന്നത്. ഈ കല്യാണം നടക്കണ്ട എന്ന് ആനന്ദ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കല്യാണം നടത്തി തന്നെ കൊടുക്കാനാണ് അവർ വന്നിരിക്കുന്നത്. പണ്ട് വിനുവിനെ സ്കൂളിൽ പഠിപ്പിച്ച മാഷായിരുന്നു ആനന്ദിന്റെ ഈ അമ്മാവൻ. അന്നു മുതലേ വിനുവും പാർവതിയും തമ്മിലുള്ള പ്രണയത്തെ പറ്റിയൊക്കെ അറിയാം. നിന്നെ പോലെ ഒരുത്തൻ തന്നെ ആ കുടുംബത്തിൽ കയറി ചെന്ന് ആ കുടുംബം തകർന്ന് നാമാവിശേഷമാവുന്നത് എനിക്ക് കാണണം. ഈ കല്യാണം മുടങ്ങോ ഇല്ലയോ എന്നുള്ള ടെൻഷനിൽ നിൽക്കുകയാണ് ആനന്ദ്. ഇതാരും തന്നെ മുടക്കാൻ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് ഇനി ഒരു വഴിയേ ഉള്ളൂ, പാർവതി കൊണ്ട് തന്നെ അച്ഛനോട് എല്ലാ കാര്യങ്ങളും പറയിപ്പിക്കുക. അപ്പോഴേക്കും താലി കെട്ടാൻ വേണ്ടിയിട്ട് വിനുവിനെ അഞ്ജലിയെയും മണ്ഡപത്തിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആനന്ദാകട്ടെ പാർവതിയെ അവിടെ എല്ലാം തിരയുകയാണ്. എന്നാൽ അവളെ അവിടെ എങ്ങും കാണുന്നില്ല. അവള് വന്നെങ്കിൽ മാത്രമേ സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ പറ്റൂ. വിനു അഞ്ജലിയെ താലി കെട്ടാൻ വേണ്ടിയിട്ട് മണ്ഡപത്തിലേക്ക് കയറാൻ നേരം ശരവണൻ പിടിച്ചു നിർത്തുന്നു. പെണ്ണില്ലാതെ നീ എവിടെ ഈ താലി കെട്ടാൻ പോകുന്നത്? എന്റെ പെണ്ണാ നിൽക്കുന്നതെന്ന് അഞ്ജലിയെ ചൂണ്ടിക്കാട്ടി അവൻ പറയുന്നുണ്ട്. എന്നാൽ നീ പ്രണയിച്ചത് ആ പാർവതിയല്ലേ, അവളല്ലേ നിന്റെ പെണ്ണെന്നാണ് അവൻ ചോദിക്കുന്നത്. ശരിക്കും പാർവതിയാണ് വിനുവിനെ വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ശരവണനാകട്ടെ പാർവതി അവിടെ നിന്നും കിഡ്നാപ്പ് ചെയ്തിരുന്നു. കുറെ നേരമായിട്ട് അവൻ പറഞ്ഞിരുന്ന പ്ലാൻ അതായിരുന്നു. ദേഷ്യം വന്ന ആനന്ദാകട്ടെ ശരവണനെ ഇടിക്കുന്നു. ഇതിനിടയ്ക്ക് ജോർജ് വന്ന് വിനുവിന്റെ അച്ഛന്റെ കയ്യിലുണ്ടായിരുന്ന താലി തട്ടിപ്പറിക്കുന്നു. പിന്നീട് ആ താലിക്ക് വേണ്ടിയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയുമായി. ഈ കല്യാണം ഒരിക്കലും നടക്കരുതെന്ന് അപ്പോഴും ആനന്ദ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യം നീ പറയാൻ പറഞ്ഞിട്ട് അവൻ പറയുന്നില്ല. ദേഷ്യം വന്നപ്പോ അവന്റെ അച്ഛൻ തന്നെ പറയുന്നുണ്ട്, പാർവതിയുടെ പഴയ കാമുകൻ വിനുവാണെന്നുള്ള സത്യമല്ലേ നീ ഞങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്? അത് ഞങ്ങൾക്ക് നേരത്തെ അറിയാം. ഇത് ആനന്ദിനൊരു ഷോക്കായിരുന്നു. പെണ്ണ് കാണാൻ ചെന്നപ്പോ തന്നെ ആനന്ദിന്റെ അച്ഛനോട് പാർവതിയുടെ അച്ഛൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നും അതെല്ലാം ബ്രേക്കപ്പ് ആയി എന്നും. ആ സത്യങ്ങളെല്ലാം അന്ന് തന്നെ ആനന്ദിനോട് പറയാൻ അവര് പറഞ്ഞതാണ്. എന്നാൽ ആനന്ദ് ഒരു ലോലഹൃദയനാണെന്നും അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എങ്ങനെ എടുക്കുമെന്ന് അറിയത്തുമില്ല. അവനോട് ഇതിനെപ്പറ്റി ഒന്നും തന്നെ പറയേണ്ട എന്ന് ആനന്ദിന്റെ അച്ഛനും അമ്മയും തന്നെയാണ് അവരോട് പറഞ്ഞത്. അഞ്ജലിക്ക് ഇഷ്ടമുള്ളിടത്തോളം ഈ കല്യാണം ഞാൻ നടത്തുമെന്ന് ആനന്ദിന്റെ അച്ഛൻ തറപ്പിച്ചു പറയുന്നു. അവിടെ അപ്പോഴും താലിക്ക് വേണ്ടിയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയുമാണ്. അതാകട്ടെ നേരെ പോയി മുകളിലുണ്ടായിരുന്ന ഡ്രോണിൽ കുരുങ്ങുന്നു. ഇതിനിടെ പാർവതിയുടെ അച്ഛനാകട്ടെ ആനന്ദിനോട് പറയുന്നുണ്ട്, ഇവിടെ ഇത്രയും ടെൻഷൻ നടക്കുമ്പോഴും ഈ കൂട്ടത്തിൽ സന്തോഷുകൊണ്ട് നിൽക്കുന്ന രണ്ട് പേരേ ഉള്ളൂ, അത് നിന്റെ അമ്മാവന്മാരാ. പണ്ട് പാർവതിക്ക് ഊമക്ക് തയ്ച്ചത് പോലും ഈ അമ്മാവന്മാരാണെന്നുള്ള സത്യം അവൻ മനസ്സിലാക്കുന്നുണ്ട്. അവന്റെ കുടുംബം തകർന്നു കാണാനാണ് അവന്റെ അമ്മാവന്മാർ ആഗ്രഹിക്കുന്നത്. സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയതോടുകൂടി ആനന്ദിന്റെ മനസ്സ് മാറുന്നു. അവൻ ഈ കല്യാണം നടത്താൻ തന്നെ തീരുമാനിക്കുകയാണ്. ഡ്രോണിൽ നിന്ന് താലിയെടുക്കാൻ ശ്രമിച്ച എല്ലാവരെയും ആനന്ദ് തടയുന്നുണ്ട്. എന്നിട്ട് വിനുവിനോട് താലിയെടുത്ത് അഞ്ജലിയുടെ കഴുത്തിൽ കെട്ടാൻ പറയുന്നു. ആ ഡ്രോൺ ആകട്ടെ നേരെ പോകുന്നത് വിനുവിന്റെ അടുത്തേക്കായിരുന്നു. അത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്ക് പോലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. താലി കയ്യിൽ കിട്ടിയതും വിനു പെട്ടെന്ന് തന്നെ അഞ്ജലിയുടെ കഴുത്തിൽ താലി ചാർത്തുന്നു. അപ്പോഴേക്കും പാർവതിയും അവിടേക്കും വന്നിട്ടുണ്ടായിരുന്നു. കല്യാണമെല്ലാം മംഗളമായിട്ട് നടന്നു കഴിയുമ്പോൾ വിനു ആകട്ടെ എല്ലാത്തിനും പാർവതിയോട് ക്ഷമ ചോദിക്കുന്നു. താലി വിനുവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന ആ ഡ്രോൺ ആകട്ടെ നേരെ പോകുന്നത് നടയുടെ മുൻപിലേക്കായിരുന്നു. ഇതിന്റെ എല്ലാം പിന്നിൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയായിരുന്നു. അത്ഭുതത്തോടെ ഈ കാഴ്ച നോക്കി നിന്നുകൊണ്ട് ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് ആനന്ദ് പറയുന്നിടത്ത് ഈ മൂവി അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു മൂവിയായിട്ട് നമുക്ക് പിന്നീട് കാണാം.